Watch full episodes on Jio Hotstar. നോക്കി ആദ്യം ഇപ്പൊ തന്നെ തുടങ്ങി. ഒന്ന് മതിയാക്കൂ ആദി, നമുക്ക് റേസ് തുടങ്ങാന്നേ. ആ ശരി ശരി, ഗെറ്റ് സെറ്റ് റെഡി ഗോ. ഏയ് നിക്കൂ, മാരത്തോൺ ഇത്ര സ്പീഡ് പാടില്ല, പതുക്കെ വേണം ഓടുവാൻ. എന്റെ അമ്മോ, പണി പാടി. ഞാനെങ്ങനെ ജയിക്കും മാരത്തോൺ? അല്ല കൂട്ടുകാരെ, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ഷീണിച്ചു പോയോ? ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. നീ ഇത്ര പതുക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ മാരത്തോൺ ഒരിക്കലും ജയിക്കാൻ പോണോ? നോക്കിക്കോ, ജയിച്ചു വന്ന ശേഷം പിന്നെയും നീ ഇവിടെ തന്നെ ഓടുകയായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കാതെ, നിനക്ക് ഒരു ചുക്കും അറിയില്ല. അല്ല, ഇവൻ നിർത്തുന്ന ലക്ഷണമില്ലല്ലോ. 50. നമുക്ക് മാരത്തോണിലാണ് പങ്കെടുക്കേണ്ടത് കേട്ടോ, 100 മീറ്റർ റേസിലല്ല ആദി. ഞാൻ കണ്ടു, നീ ഇത്രയും ഓടി വരുമ്പോഴേക്കേ നമ്മൾ അതുപോലെ ഓടിയ ലാസ്റ്റ് എത്തും, അറിയോ? ആദി പറഞ്ഞത് ശരിയാ, നമുക്ക് വേഗം ഓടി പ്രാക്ടീസ് ചെയ്യണം. എന്റെ പേര് ആൽബർട്ട് ബറാക്ക്. എന്റെ അടി കൊണ്ടാൽ താവിട് പൊടിയാകോ. നാളെ മാരത്തോണാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഓർമ്മയിരിക്കട്ടെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളെ നാളെ തന്നെ കടത്തിക്കൊണ്ട് വരണം, കേട്ടല്ലോ? ഒരു കുട്ടി പോലും രക്ഷപ്പെടാൻ പാടില്ല. ബോസേ, വഴിക്ക് വെച്ച് ആരെങ്കിലും നമ്മളെ കാണുകയാണെങ്കിലോ? മത്സരം നടക്കുന്ന സമയത്ത് എല്ലാ വഴികളും കാലിയാക്കിയിടേണ്ടത് ഓർഗനൈസേഴ്സിന്റെ ജോലിയാ. അത് നമ്മൾ തന്നെയാ. സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരെ വെച്ച് നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കാം, കേട്ടോ? നീ നന്നായിട്ട് കഴിച്ചോട്ടാ. 5 കിലോമീറ്റർ വരെ നമുക്ക് ഒന്നും കിട്ടില്ല. എന്നെ നിനക്ക് ഫിനിഷ് ലൈനിലേ കാണാൻ പറ്റുള്ളൂ. ഓക്കേ അച്ഛാ. എടോ, നീ ഇങ്ങനെ വെള്ളം അധികം കുടിച്ച് തീർക്കല്ലേ കേട്ടോ. വഴിക്ക് വെച്ച് പഴുക്ക് പറ്റിയാലേ പിന്നെ നീ എണീക്കില്ല, മനസ്സിലായോ? മാരത്തോൺ തുടങ്ങാൻ പോകുന്നു. എല്ലാ കുട്ടികളും പെട്ടെന്ന് പൊസിഷനിൽ വന്ന് നിൽക്കൂ. പാരന്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ ഫിനിഷ് ലൈനിൽ ചെന്ന് നിൽക്കൂ. Get set ready go. ഈ ആദിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. സാരമില്ല രേവ, നമ്മള് കുറച്ച് ഓടി കഴിയുമ്പോഴേക്കും അവൻ അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. അങ്കിൾ, എന്തിനാണ് ഇങ്ങനെ വഴിയിൽ വന്ന് നിക്കണത്? ഞങ്ങളുടെ ഓടട്ടെ, ഒന്ന് മാറിയെന്നേ. ഞങ്ങളൊക്കെ നിന്നെ കൊണ്ടുപോകാനല്ലേ വന്നിരിക്കുന്നേ. ശിവ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ എനർജി സേവിങ് നിന്നെ ജയിപ്പിക്കുമെന്ന്? രേവ, നീ വേണമെങ്കിൽ കണ്ടോ, എല്ലാവരും ഓടി ഓടി കിതച്ച് അവിടെ നിൽക്കുന്നുണ്ടാകും, ഇവിടെ കുറച്ചടുത്തായിട്ട്. നോക്കേ, 500 മീറ്ററിന്റെ സൈൻ ബി വന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കുട്ടികളെ പോലും കാണുന്നേ ഇല്ലല്ലോ ശിവ. അതെ അതെ, ആരെങ്കിലും കണ്ടല്ലേ പറ്റൂ. എന്ത് പറ്റി? ഇത് യൂഡിയുടെ ഷൂ ആണ് കേട്ടോ. നീ അത് കണ്ടോ? ശിവ, രക്ഷിക്കൂ ശിവ, രക്ഷിക്കൂ. രേവ, നീ ആ ഫിനിഷ് ലൈനിന്റെ അവിടെ വന്ന് നിക്ക്, അങ്ങോട്ട് വന്നേക്കാം. ഓക്കേ.
വേഗം വാ. ആരാണ് നിങ്ങൾ? വേഗം പറ. എന്തു പറ്റി യുഡി? ശിവ, ആദി ആദിക്ക് എന്താ പറ്റിയേ? ഇവര് ആദ്യ കടത്തിക്കൊണ്ടുപോയി. അത് മാത്രമല്ലാതെ ഒരുപാട് കുട്ടികളെയൊക്കെ അവര് തട്ടിക്കൊണ്ടു പോയിരിക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അവരെയൊക്കെ വിടിയിക്കും. ശിവ, ഓർഗനൈസേഴ്സിന്റെ പൊടി പോലും ഇവിടെ കാണുന്നില്ല. എല്ലാ കുട്ടികളുടെ പേരൻസ് വിഷമിച്ചിരിക്കുക. എല്ലാ കുട്ടികളെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ആദിയുടെ ഒരു ഷൂസിൽ ട്രാക്ക് ഉണ്ട്. അത് നോക്കി ഞാൻ അവിടെ എത്തിക്കോളാം. നിങ്ങളൊക്കെ എയർപോർട്ടിലേക്ക് വന്നോളൂ. എല്ലാ കുട്ടികളെയും കൊണ്ട് ആ റൺവേയിൽ നിന്ന് അവർ ഇപ്പൊ തന്നെ പോകും. നീ വിഷമിക്കേണ്ട ആദി, ഞാൻ ഉടനെ തന്നെ വരും. ശിവ, നീ കലക്കിട്ട അടിപൊളി. My name is Albert Barak. എന്റെ അടി കൊണ്ടാൽ എല്ലാം തവിട് പൊടിയാകും. ബോണസ് ആയിട്ട് നമുക്ക് ഈ കുട്ടിയെ എവിടുന്നാ കിട്ടിയത്? ഈവനിങ് കെട്ടിയിട്ട് വേഗം. ശിവ, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷയില്ല. ആൽബർട്ട് ബറേക്, എന്റെ അറ്റാക്കിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനായില്ല. പിന്നെ എങ്ങനെ നീ തവിട് പൊടിയാക്കി എല്ലൊക്കെ? എനിക്കറിയായിരുന്നു നീ വരൂന്ന്. അങ്ങനെ കള്ളനെ വീണ്ടും കയ്യിൽ തന്നെ കിട്ടി. ഇനി എനിക്ക് പ്രമോഷൻ ഉറപ്പാ. കൂട്ടുകാരെ,
എന്താ നിങ്ങൾ എന്നെ മറന്നോ? Watch India's largest kids library only on Jio Hotstar. Download the app now.